ഓർത്തോണം, 1-2 വയസ്സുള്ളപ്പോൾ മുതൽ കവിത ആഗ്രഹിക്കാൻ തുടങ്ങിയത് സ്വന്തമായിട്ട് ചെയ്യണമെന്ന്. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെങ്കിൽ കവിതയ്ക്ക് ആരുടെ കീഴിൽ പോയി പണിയെടുക്കാൻ പറ്റത്തില്ല. ആരും നമ്മളെ ഭരിക്കരുത്, കവിത അങ്ങോട്ട് വേണം ഭരിക്കാൻ. അതുകൊണ്ട് കവിതയാണെങ്കിൽ ഇന്നലെ ഒരു തട്ടുകട ഇട്ടത് ഇന്നലെ രാവിലെ തട്ടുകട ഇട്ടു. സാധാരണ വൈകിട്ടായിരിക്കും തട്ടുകട ഇടുന്നത്, പക്ഷെ കവിത രാവിലെ തട്ടുകട ഇട്ടു. എന്താന്ന് വെച്ചാൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കവിത റോഡിൽ പോയി ഇരുന്നിട്ട് വിറകം വെച്ച് തീ എരിച്ച് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് കവിത എന്തൊക്കെ ഉണ്ടാക്കിയെന്നറിയാമോ? ഉഴുന്നുവട, ഉള്ളിവട. രാവിലെ തുടങ്ങിയതാ, ഓർത്തോണം, രാവിലെ തുടങ്ങിയ കവിത അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് തീ വരിച്ച് കവിത ഉള്ളിവട ഉഴുന്നുവട ഉണ്ടാക്കി. പോരാഞ്ഞിട്ട് ചമ്മന്തിക്കാണെങ്കിൽ മുളക് പൊടി കലക്കി. എന്നിട്ട് ഒരൊറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. എന്നാ അവിടെ സംരംഭം ഒന്ന് വിജയിപ്പിക്കാം. ഏത് മനുഷ്യരാണെങ്കിലും ആ പെണ്ണുമ്പല്ല അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമല്ലേ എന്ന് സംരംഭം ഒന്ന് വിജയിപ്പിക്കാൻ നോക്കത്തില്ലേ? എന്നിട്ട് ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ഉണ്ടല്ലോ, ദൈവമായിട്ട് കുറച്ച് മനുഷ്യരെ നമുക്ക് ഭൂമിയിലോട്ട് ഇറക്കി വിടും നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട്. അങ്ങനെ എവിടെ നിന്നെടുത്തുള്ളൂ കുറച്ച് പൂക്കിരി പിള്ളേര് കവിത എടുത്തിട്ട് ഓടി വന്നിട്ട് ഞങ്ങൾക്ക് ഉഴുന്നുവരെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞു പിള്ളേരുണ്ടല്ലോ മൊത്തം കൂടെ ഭാര്യ എടുത്തോണ്ടെന്ന് തിന്നു. എന്നാൽ രാവിലെ മുതൽ ഞാൻ അവിടെ വൈകിട്ട് വരെ ഇന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ഉണ്ടാക്കി ഉഴുന്നുവടെ ഉള്ളിവടയാ. എന്നാൽ ഈ മണ്ടുകൾ എന്നെ 1-2 ഒക്കെ എനിക്ക് അതില്ല. ഈ കുന്നങ്ങളെല്ലാം കൂടെ ഇതല്ല മൊത്തം കൂടെ ഭാര്യ എടുത്തോണ്ട് പോയി. എന്നിട്ട് ഒറ്റ ഓട്ടം എടാ പൈസ താടാന്ന് പറഞ്ഞിട്ട് ഉമ്മാര് പറയാം അമ്മയുടെയും മേടിച്ചോളാം. ഏതമ്മയുടെയാന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ എവിടെ നിന്ന് വന്നാന്ന് പോലും എനിക്കറിയത്തില്ല. കവിതയുടെ തട്ടുകടയും പൂട്ടി.